Thank you, KBM, for giving me such a platform for introduce myself and business journey. Okay. അത് നമുക്ക് എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതില്ലല്ലോ. നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഒരാൾ ചെയ്യുക, അല്ലെങ്കിൽ അയാളുടെ കമ്പനി എന്ന് മാത്രമേ അറിയുള്ളൂ. അയാളുടെ ഒരു ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ അയാൾ ഏതെല്ലാം ക്രൈറ്റീരിയയിലൂടെ വന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് നമുക്കറിയണം. എന്താണ് തീർച്ചയായിട്ടും അയാൾ അതിന് മുന്നേ കൂടെ പോയ സ്ട്രഗിൾ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ പറ്റൂ. സോ വൺസ് അഗെയിൻ താങ്ക് യു KBN. സോ എനിക്കിന്ന് ഇവിടെ തന്നേക്കുന്നത് നമ്മുടെ ബിസിനസ് ജേർണി. ഫസ്റ്റ് ഓഫ് ഓൾ മറ്റുള്ളവരെ പോലെ തന്നെ നമ്മുടെ സ്കൂളിംഗ് കഴിഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ കളമശ്ശേരി തന്നെയായിരുന്നു, എറണാകുളം. ഹൈസ്കൂൾ കഴിഞ്ഞു, SLC, ദെൻ കമ്മിങ് പ്രീ ഡിഗ്രി എല്ലാം നമ്മൾ എറണാകുളത്ത് തന്നെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് സാധാരണ ആരെയും പോലെ തന്നെ സ്കൂളിംഗ്, അല്ലെങ്കിൽ ഗഫൂർ ബൈക്ക് അറിയാൻ പറ്റും. നമ്മൾ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ SLC അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് സാധാരണ വരുന്ന ഒരു ചോദ്യമാണ് വാട്ട് നെക്സ്റ്റ് എന്നുള്ളത്. അന്ന് ഇതുപോലെ ഒരു ഫുള്ളി ഫ്ലെക്സ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ആളുകൾ എന്താണ് കുറവാണ് അന്ന്, അല്ലേ? ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 2012 ഓർ സംതിങ്, ഇല്ലേ? ഇപ്പം ഈ സ്റ്റഡീസ് എല്ലാം ഇത്ര ബൂമിങ് അപ്പായിട്ട് അധികം ആയിട്ടില്ല, അല്ലേ? യെസ്. അപ്പുറം അങ്ങനെ വരുന്നൊരു ഫീൽഡിലോട്ട് ഒന്ന് ജനറേറ്റ് ആയിട്ട് വന്നിട്ടേ ഉള്ളൂ. സോ ആഫ്റ്റർ 2012 സംതിങ് സ്കൂളിങ് കഴിഞ്ഞു. വാട്ട് നെക്സ്റ്റ് എന്നിരിക്കുമ്പോഴാണ് സാധാരണ എല്ലാവരും പോലെ തന്നെ ഏതൊരു സ്കൂളിങ് കഴിഞ്ഞ ആളും പോലെ തന്നെ എൻജിനീയറിങ് നോക്കാം എന്നുള്ളൊരു സെഗ്മെൻറ്റിലോട്ട് നമ്മൾ പോയി. എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും ആ ഒരു സെഗ്മെൻറ്റിലോട്ട് തന്നെയാണ് പോവുള്ളൂ. പ്ലസ് ടുവിന് ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അതായിരുന്നു എൻജിനീയറിങ് എന്നുള്ളൊരു സെഗ്മെൻറ്റിന് കൂടുതലും സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ BTechന് അപ്ലൈ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. അവരെ നിർഭാഗ്യമോ എൻ്റെ നിർഭാഗ്യമോ എന്നറിയില്ല, കിട്ടിയില്ല. ദെൻ അവിടെ നിന്ന് അക്കോമഡേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഗവൺമെൻറ് പോളിടെക്നിക് കളമശ്ശേരി അവിടെ അപ്ലൈ ചെയ്തു. ബട്ട് അവിടെ നമുക്ക് എന്താണ് സീറ്റ് കിട്ടി. മോസ്റ്റ് പ്രോബബ്ലി മിസ്റ്റർ റിഷാദ്, അഹ്ലൻ ടൂർസ് ആൻഡ് ട്രാവൽസ്, എൻ്റെ കൊളീഗാണ്. ഞാനും അവനെല്ലാം ഒരുമിച്ച് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. നമ്മുടെ ഇവിടെയുള്ള സനൂപ് CCTV ആളും ഞങ്ങളുടെ ഒപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. സോ അന്ന് മുതലുള്ള റിലേഷനാണ്. അവിടെ നിന്ന് ഞങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അരിയേഴ്സ് ഉണ്ട് മറ്റുള്ള എഞ്ചിനീയേഴ്സ് പോലെ തന്നെ, തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണല്ലോ എഞ്ചിനീയറിംഗിൽ. അതിനുശേഷം നമ്മൾ വാട്ട് നെക്സ്റ്റ് എന്ന് അപ്പോഴൊരു ചോദ്യം വന്നു, എന്നീ എന്ത് എന്നുള്ളത്. അപ്പോഴാണ് ഇദ്ദേഹത്തിനെ പോലെയുള്ളതാണ് ഇന്റേൺസിന് എടുക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പോൾ അതുപോലെ നമ്മൾ കോളേജിൽ പഠിച്ച ഒരു ലെക്ചർ ഉണ്ടായിരുന്നു. മോസ്റ്റ് പ്രോബബ്ലി ഞങ്ങളുടെ നെയ്ബർ തന്നെയാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ടീച്ചറിൻ്റെ വീട് ഉണ്ടായിരുന്നത്. സോ ഞങ്ങൾ പേഴ്സണലി ഒന്ന് കണക്ട് ചെയ്തു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, ഞങ്ങൾ കണക്ട് ചെയ്തു. അവിടെ നിന്നാണ് ആ ടീച്ചറിൻ്റെ ഒരു ഫ്രണ്ട്, കാക്കനാട് ഒരു IT സോഫ്റ്റ്വെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാകുകയും ഞങ്ങൾക്ക് കണക്ട് ചെയ്തിരുകയും ചെയ്തു. സോ അവിടെ ഞങ്ങൾ ഒരു 6 മന്ത് ഇൻറ്റേണായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ കയറി. കാക്കനാടാണ്. അവിടെ ഇൻറ്റേൺ കഴിഞ്ഞു. അതിനുശേഷം ഒരു 6 മന്ത് കൂടി ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്തു. ആ കോഴ്സ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ സമയത്താണ് മോസ്റ്റ് പ്രോബബ്ലി ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വരുന്നത്. അപ്പോൾ വീട്ടിലെല്ലാവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ബിസിനസ് എന്നുള്ളൊരു ഇതാണ് എൻ്റെ കൺസെപ്റ്റ് അപ്പോൾ. ബട്ട് ഇതുവരെ സ്വന്തം വീട്ടിലങ്ങനെ ആരും ബിസിനസ് എന്നുള്ളതിലോട്ട് ആരും അങ്ങനെ വന്നിട്ടില്ല. എല്ലാവരും എവിടെയെങ്കിലും വർക്കിംഗ് ആണ്. ബ്രദർ ആ സമയത്ത് പുറത്താണ്. ബ്രദറും ഫാമിലി ആ സമയത്ത് അബ്രോഡ് സെറ്റിൽഡാണ്. ഇവിടെ ഞാനേ ഉള്ളൂ. പിന്നെ എൻ്റെ ഫാദർ എക്സ് ഗൾഫാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് കഴിയുന്നതും. എൻ്റെ ബ്രദർ ഇൻ ലോ ആള് ബിസിനസ്സാണ്. അപ്പോൾ ആളായിട്ട് ഞാൻ ഒരു പാർട്ട്ണർഷിപ്പിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഡിസ്കഷൻ നടക്കുകയും അങ്ങനെ അത് കൺഫേം ആക്കുകയും ചെയ്തു. സോ അടുത്ത വന്ന് ഇനി എന്ത് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ കൺഫേം ആക്കി ബിസിനസ്, ഓക്കെ ഫൈൻ, ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിൽ ആളുടെ ബിസിനസ്സിൻ്റെ തന്നെ നമുക്കൊരു നെക്സ്റ്റ് ഒരു ഔട്ട്ലെറ്റ് എന്നതുപോലെ അല്ലെങ്കിൽ ഷോപ്പ് പോലെ തോന്നുന്നു. ആൾക്ക് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ പവർ ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മീൻസ് പവർ ടൂൾസ്, നിങ്ങൾ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന പവർ ടൂൾസ്, അതിൻ്റെ എല്ലാത്തിൻ്റെയും മെഷീൻസ് നമ്മൾ ഹോൾസെയിലായിട്ട് ചൈനയിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ നമ്മൾ ഓൾ കേരള ലെവലിൽ സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു ഫാമിലി പ്രോപ്പർട്ടി ഉണ്ട്. ആ ഫാമിലി പ്രോപ്പർട്ടിയിൽ ഞാനൊരു ഷോപ്പ് റെൻറ്റിന് എടുത്തു. അതിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്തു. സോ
ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കമ്പനിക്ക് രജിസ്ട്രേഷൻ ഒരു ഫേമിൻ്റെ പേര് വേണ്ടി വന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു നമ്മൾ ഒരു ഷോപ്പായിട്ട് ഒതുങ്ങി പോവാണ്ട് അല്ലെങ്കിൽ ഒരു സംരംഭം മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന ഒരു പേര് അല്ല. നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ നല്ലൊരു വിസിബിലിറ്റി ആഗ്രഹിക്കുന്നതുകൊണ്ട് നമുക്കൊരു മദർ കൺസേൺ ഒരു കമ്പനി തന്നെ ആവണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഒരു പേര് സെലക്ട് ചെയ്ത് വന്നപ്പോഴാണ് കെ സ്ക്വയർ. എൻ്റെ വീടിൻ്റെ പേര് കരുന്നപ്പള്ളി എന്നാണ്. സോ എൻ്റെ ഒരു മോസ്റ്റ് പ്രോബ്ലി ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, ആളുടെ കമ്പനിയുടെ പേര് എസ്ക്വയർ എന്നായിരുന്നു. സോ ഞാൻ ആ പേരിലോട്ട് എത്തിച്ചേരാൻ വേണ്ടി എന്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ സെയിം റീസൺ തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേരും ഒരു എസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എസ്ക്വയറിന് ഇട്ടു സെയിം. അതുപോലെ തന്നെ ഞാനിവിടെ CID മൂസ കളിച്ചതാണ്, മൂലംകുഴി സഹദേവം ചുരുക്കി ആയതാണ് സെയിം തന്നെ. കരുന്നപ്പള്ളി എന്നുള്ളത് മാറ്റി കെ സ്ക്വയർ എന്നാക്കി അങ്ങനെ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തു. അളിയൻ മീൻസ് എൻ്റെ ബ്രദറിനിലോ ഒരു സൈലൻറ്റ് പാർട്ട്ണറായിരുന്നു, പ്രോപ്പർട്ടിഷിപ്പ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പവർ ടൂൾസിൻ്റെ ഒരു ഷോപ്പ് ഓപ്പൺ ആക്കി. പ്ലസ് അഡീഷണലി 1 by 1 ആയിട്ട് നമ്മൾ അതിനകത്തോട്ട് ആഡ് ഓൺ സർവീസ് ആഡ് ഓൺ ആക്കി. 2 ലേബർ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ നമ്മുടെ സർവീസ് കൊണ്ടുവന്നു, പിന്നെ റെൻറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അത്യാവശ്യമായ ലേബേഴ്സിന് ആവശ്യമുള്ള ടൂൾസ് എല്ലാം നമ്മൾ റെൻറ്റിന് കൊടുക്കുന്ന ഒരു സെഗ്മെൻറ്റും കൂടി ഞാൻ ആഡ് ഓൺ ചെയ്തു. അതിനുശേഷം പതിയെ നമ്മൾ കുഴപ്പമില്ല നല്ല രീതിയിൽ ഗ്രോത്ത് വന്നു. കുഴപ്പപ്പോഴാണ് 2018 വെള്ളപ്പൊക്കം വന്നത്. വെള്ളപ്പൊക്കം വന്നു, നമ്മുടെ ഏരിയയിലെല്ലാം നല്ല രീതിയിൽ എഫക്റ്റായി. നമ്മുടെ വീട് എന്ന് പറയുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ്. അത്യാവശ്യം നല്ല രീതിയിൽ പാടവും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്, വാട്ടർ സോഴ്സസ് എല്ലാം ഉള്ളതാണ്. നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത നിലയിലാണ് വെള്ളത്തിൻ്റെ ഒരു ഫ്ലഡ് ഇൻഫ്ലുവൻസ് വന്നത്. നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ ഏകദേശം ഒരു 4 feet അകത്ത് വെള്ളം കയറുന്നു വീടിൻ്റെ അകത്ത്. എൻ്റെ വീടും ഈ പ്രോപ്പർട്ടിയും ഷോപ്പെല്ലാം ഒറ്റ കോമ്പൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഷോപ്പിലും ഈ വെള്ളത്തിൻ്റെ ഒരു വന്നു. വെള്ളപ്പൊക്കത്തെ സമയത്ത് ഞാൻ വീടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഈ ലെവലിൽ വെള്ളത്തിലാണ് വീടിൻ്റെ അകത്ത് കയറിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലുള്ള സാധനങ്ങളോ മാറ്റാനോ ഒന്നും നമുക്കൊരു ടൈം കിട്ടിയിരുന്നില്ല. നമുക്കറിയാം ഇലക്ട്രിക് സാധനങ്ങൾ എന്തായാലും ഒരു വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം തട്ടിയാൽ മതി, സാധനം പിന്നെ ഡാമേജ്ഡാണ്. സെയിം തന്നെയാണ് നമുക്ക് മോസ്റ്റ് പ്രോബ്ലി നല്ലൊരു ഫിനാൻഷ്യലി ക്രൈസിസ് അവിടെ വന്നു, നമ്മുടെ എല്ലാ ഐറ്റംസും ഡാമേജായി പോയി. അപ്പോൾ പിന്നെ നമ്മൾ ആകെ സ്റ്റക്ക് ഔട്ടായി, എന്ത് ചെയ്യും? എല്ലാം ഉണ്ടായിരുന്നു, നമ്മൾ അത്യാവശ്യം ഫിനാൻഷ്യലി ഉണ്ടായിരുന്ന എല്ലാം നമുക്ക് ഡ്രോപ്പ് ഡൗൺ ആയി. എന്ത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ അതെല്ലാം സ്ട്രഗിൾ തരണം ചെയ്ത് രണ്ടാമത് നമുക്കൊന്ന് ചെയ്യാം, റീസ്റ്റാർട്ട് ഫ്രം 0 ലെവൽ എന്നുള്ളതിൽ നമ്മൾ രണ്ടാമത് അതൊരു ഡിസിഷൻ എടുത്തു. അതങ്ങനെ കുറച്ച് റണ്ണായി വന്നപ്പോഴും പക്ഷെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സെയിം ഒരു ഗ്രാഫിലോട്ട് നമുക്ക് എന്തായാലും എത്താൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പയ്യെ ഞാനത് വൈൻഡപ്പ് ചെയ്തു. അളിയനായിട്ട് ഞാനത് നമ്മുടെ ബ്രദറിലോ ആയിട്ട് നമ്മളത് വൈൻഡപ്പ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുമെന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോഴും ഞാൻ എന്താണ് ബിസിനസ് എന്നുള്ള ലെവലിൽ നിന്നാണ് തീർത്തും ഒന്ന് മാറി ചിന്തിച്ചിട്ടില്ല. ആ സമയത്താണ് നമ്മുടെ ബ്രദർ വരുന്നത്. ആള് ഫാമിലി ഉൾപ്പെടെ അബ്രോഡിൽ സെറ്റിലായിരുന്നു. അവിടെ ഒരു റിസഷൻ പ്ലസ് നാഷണലൈസേഷനൊക്കെ ചെറിയ പ്രോബ്ലംസ് വന്നപ്പോൾ ആൾ അവിടെ നിന്ന് എക്സിറ്റ് പോകുന്നു, നാട്ടിലെത്തി. അപ്പോൾ ഓൾറെഡി ഞാനും ആളിവിടെ നാട്ടിലുണ്ട്. അപ്പം ഞങ്ങൾക്ക് രണ്ടും തമ്മിൽ കൊളാബറേറ്റ് ചെയ്തെന്തുകൊണ്ട് ബിസിനസ് ആയിക്കൂടാ എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെയാണ് അവിടെ എനിക്ക് കൂടുതലും ഇൻഡസ്ട്രിയിൽ നമുക്ക് കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് എനിക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഐ കമ്മിങ് ടു യൂണിഫോംസ്. അങ്ങനെയാണ് ഞാൻ യൂണിഫോം സെഗ്മെൻറ്റ് വന്നത്. എനിക്ക് കുറച്ചും കൂടി നമുക്ക് ഡെയിലി യൂസേഴ്സിന് പറ്റിയ ഐറ്റംസ് ഞാൻ അങ്ങനെ സ്റ്റഡി ചെയ്തു കുറച്ച് മാർക്കറ്റിൽ. അപ്പോൾ അതിൽ വന്ന ഒരു ഐറ്റമാണ് തീർച്ചയായിട്ടും യൂണിഫോംസ് എന്നുള്ളത്. എല്ലാവർക്കും അത് മാൻഡേറ്ററി ആണല്ലോ, എല്ലാ ദിവസവും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. സോ അങ്ങനെ വന്നു. ലാസ്റ്റ് നമ്മളത് തന്നെ ഫൈനൽ ചെയ്തു. സോ അങ്ങനെ ഫൈനലി ലാസ്റ്റ് നമ്മൾ എന്താണ് IV കാര്യങ്ങൾ, ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ്, ഓൺ ആൻഡ് ഓഫ് കേരള പോയി, കേരളക്കും പുറത്ത് പോയി നമ്മൾ കുറച്ച് നാൾ അതിനെപ്പറ്റി നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തു. അങ്ങനെ അത് ഫിക്സ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ കൊച്ചിൻ കസ്റ്റം അപ്പാരൽസ്, അതായത് നമ്മൾ കെ സ്ക്വയർ എന്ന് പറഞ്ഞ മദർ കൺസേണിൻ്റെ താഴെ നിൽക്കുന്ന ഒരു സിസ്റ്റർ കൺസേണായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യും. കൊച്ചിൻ കസ്റ്റം അപ്പാരൽസ് എന്ന് പറഞ്ഞ കമ്പനി അന്നാണ് അവിടെ പിറവിയെടുക്കുന്നത്, ആ ഒരു സെഗ്മെൻറ്റിലാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ 1 by 1 സെഗ്മെൻറ്റ് എല്ലാ സെഗ്മെൻറ്റ്സ് ആഡ് ഓൺ ആക്കി. ഫസ്റ്റ് ഏതൊരു സംരംഭകനെയും പോലെയും നമ്മൾ ഫസ്റ്റ് എന്താണ് കുറേ ക്രൂഷ്യലായിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ ഫേസ് ചെയ്തിരുന്നു. അതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് 1 by 1 ആയി നമ്മൾ ഓവർകം ചെയ്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ടു ബി പ്രൗഡ്. നല്ലൊരു ഫുൾ ഫ്ലെഷ്ഡ് യൂണിറ്റോട് ഉൾപ്പെടെ അത്യാവശ്യം ഒരു ഇൻ ബിറ്റ്വീൻ 10 സ്റ്റാഫ്സ് ഉൾപ്പെടെ നമുക്കൊരു യൂണിറ്റ് ഉണ്ട്. എല്ലാ നിലയിലുള്ള യൂണിഫോംസ് കാര്യങ്ങൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും.
ഓക്കെ ഫൈൻ. അങ്ങനെയാണ് നമ്മുടെ ബിസിനസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്ലയൻസ് കാര്യങ്ങൾ, നല്ല റീച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അന്നാണ് ഫസ്റ്റ് സഹായിച്ചത് ഷെരീഫായിരുന്നു. ഷെരീഫിൻ്റെ ടീമുണ്ടായിരുന്നു. നല്ല നിലയിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നുണ്ട്, ഫീൽഡിലുണ്ട്. ഓക്കെ. റെക്കറിങ് ഓർഡേഴ്സാണ് കൂടുതൽ നമുക്ക് വരുന്നത്. പിന്നെ മിസ്റ്റർ ആനന്ദ് ഹെൽപ്പ് വഴി നമുക്ക് മിസ്റ്റർ വികാഷ് ബാബു, അവിടെ എനിക്ക് നല്ലൊരു എൻട്രി കിട്ടി. അദ്ദേഹത്തിൻ്റെ യൂണിഫോംസ് എനിക്ക് ചെയ്യാൻ സാധിച്ചു. നല്ലൊരു വർക്ക് തന്നെയായിരുന്നു തീർച്ചയായിട്ടും. അദ്ദേഹമായിട്ട് ഞാനിപ്പോഴും നല്ലൊരു കോൺടാക്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്, മിസ്റ്റർ വികാഷ് ബാബുവിൻ്റെ ഓണറായിട്ട്. ഓക്കെ. സോ താങ്ക്സ് ടു മിസ്റ്റർ ആനന്ദ്. ഓക്കെ. സോ നിലവിൽ നമ്മളിപ്പോഴും ഓർഡേഴ്സ് നിങ്ങളിൽ നിന്നും തീർച്ചയായും കണക്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ പ്ലീസ് കണക്ട് മീ. ദാറ്റ്സ് മൈ സ്റ്റോറി. ഓക്കെ. താങ്ക് യു.